5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല, നമ്മൾ കറണ്ട് ഉണ്ടാക്കും. സിന്ധു നദീതടത്തിലെ ജലം, സ്ഥലത്തിലെയും ജനാബിലെയും ഒക്കെ ജലം പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു, നന്നായി ഉപയോഗിച്ചിരുന്നു. 4 നദികളിലെ പഹൽഗാം ആക്രമണത്തോടുകൂടി നമ്മളതങ്ങ് നിർത്തി, വെള്ളം കൊടുക്കുന്ന പരിപാടി നിർത്തി. അപ്പോൾ പലപ്പോഴും ചോദിച്ചു, അങ്ങനെ വെള്ളം കൊടുക്കാതിരുന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ വെള്ളം പ്രയോജനപ്പെടുത്താൻ കഴിയുമോ, നമുക്കെന്തിനാണ് ഇത്രയും വെള്ളം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. വളരെ കൃത്യമായൊരു പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കൽ നിർത്തിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആ നദികളിൽ നിന്നുള്ള ജലം അത്യാവശ്യമുണ്ട്. അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, നമ്മുടെ ജലസേചനത്തിനൊരു പരിധി വരെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പല രൂപത്തിൽ സിന്ധു നദിയുടെ പോഷക നദികളിലെ ജലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ തീരുമാനമെടുത്തതിൻ്റെ പിന്നാലെ പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി സയ്യിദ് അലി മുർത്തസ വന്ന് നമ്മുടെ ഇങ്ങോട്ട് കത്തയച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ കരാർ പുനഃപരിശോധിക്കണം, പുനഃപരിശോധിക്കണമെന്നല്ല, കരാർ അനുസരിച്ച് ഞങ്ങൾക്ക് വെള്ളം തരണം, അത് വേൾഡ് ബാങ്ക് ഉണ്ടാക്കിയ കരാറാണ്, നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങനെ നിർത്താനൊന്നും കഴിയുകയില്ല എന്നൊരു കത്ത് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതേസമയം 2023 ഈ ജനുവരിയിലും 24 സെപ്റ്റംബറിലും ഇന്ത്യ ഒരു കത്ത് കൊടുത്തിരുന്നു. ഇത് പഴയ ഒരു കരാറാണ്, ആ കരാർ ഇനി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല, നമുക്ക് അതിലാവശ്യമായൊരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. പക്ഷേ ആ കത്തിനെ ഒന്നും പാകിസ്ഥാൻ അന്ന് മുഖവിലക്കെടുത്തില്ല. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഇത് തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചപ്പോൾ, ഇന്ത്യ കൊടുക്കുന്നില്ല തീരുമാനിച്ചപ്പോൾ അവർ ഓടി സങ്കടത്തോടെ വന്നിരിക്കുന്നു. പാകിസ്ഥാൻ കീഴടങ്ങുന്നതിനോ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ സിന്ധു നദിയിലെ ജലം നാം തടഞ്ഞു വെച്ചത് കൂടെ കൊണ്ടാണ്. സൈനിക ആക്രമണത്തിന് പുറമെ ഇത്തരത്തിലുള്ള തന്ത്രപരമായ പ്രവർത്തനങ്ങൾ കൂടി കൊണ്ട് നമ്മെ ആക്രമിക്കാൻ വരുന്ന രാജ്യത്തെ കീഴടക്കാം അല്ലെങ്കിൽ അവരെ സറണ്ടർ ചെയ്യിക്കാമെന്നുള്ള ഒരു പാഠം കൂടി ലോകത്തിന് ഇന്ത്യ കൊടുക്കുകയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ 100% ട്വിസ്റ്റാവുകയാണ്. ചെനാബ് നദിയിൽ നിന്ന് സവാൽകോട്ടിൽ സ്റ്റേജ് 2 18,560 മെഗാവാട്ട് കറണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ കൃത്തായി 930 മെഗാവാട്ട്, ദുൽഹസ്തി 260 മെഗാവാട്ട്, ബെൽസാറിൽ ഉറിയുടെ പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നു, അത് നമ്മൾ പുനരുജ്ജീവനം ചെയ്യാൻ പോവുകയാണ്. സലത് നദിയിൽ 2013-14 കാലഘട്ടത്തിൽ ഉറി പദ്ധതി ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി നമുക്ക് കമ്മീഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ വലിയ തോതിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ നദികളിൽ നിന്ന്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്, നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 10-24 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജലം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അവർക്ക് ജലം കിട്ടാതെ വരുന്നതിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. 20 കോടി ആളുകൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ വെള്ളം കൊടുക്കില്ല, കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള നയപരമായ തീരുമാനമെടുത്ത് അതിനാവശ്യമായ നടപടികളുമായിട്ടാണ് കേന്ദ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധം നമ്മെ ആക്രമിച്ചാൽ, പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ ഏതെങ്കിലും രാജ്യം നമ്മെ ആക്രമിച്ചാൽ തിരിച്ചൊരു സൈനിക ആക്രമണം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണത്തിലൂടെ അങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ തന്ത്രപരമായ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. ഇതിൻ്റെ വരായികകൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ലോകം ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം.